ാണ് യുവനടിയുടെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെയാണ് സിദ്ദിഖിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സ്വമേധയാ രാജിവെക്കുകയാണ് എന്നാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് അയച്ച കത്തിൽ സിദ്ദിഖ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജോയ് മാത്യു ചേരുകയാണ്. ശ്രീ ജോയ് മാത്യു, ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് സിദ്ദിഖിന്റെ രാജി, സ്വമേധയായുള്ള രാജിയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു നിലപാടായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം തന്റെ നേരെ വരുന്ന ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിൽ പിടിച്ചു തൂങ്ങാൻ അധികാര സ്ഥാനങ്ങൾ പിടിച്ചു തൂങ്ങാനോ നിൽക്കാതെ താനത് നേരിടും, അത് നിയമപരമായി നേരിടും എന്നുള്ള രീതിയിൽ അദ്ദേഹം രാജിവെച്ചത് വളരെ സ്വാഗതാർഹമാണ്. തീർച്ചയായും ഇപ്പോൾ 2019 ഉയർന്ന ആരോപണമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ആ ആരോപണം ആവർത്തിക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ഭാരവാഹിത്വം ഉള്ളതുകൊണ്ട് അടിയന്തരമായി എടുക്കേണ്ടി വന്ന ഒരു നിലപാടായി മാത്രമാണോ താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അതാണല്ലോ രാജി. വേറെ എവിടെ രാജിവെക്കുക? അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്ത് ഈ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ജനാധിപത്യ ബോധമുള്ള ഒരു സംഘടനാ പ്രവർത്തകൻ ചെയ്യേണ്ടത്. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം അത് ചെയ്തിരിക്കുന്നു. ഇത് മാത്രം മതിയോ? നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? ഞാനങ്ങനെ പലതും ആഗ്രഹിക്കുന്നുണ്ട് കുട്ടി, പക്ഷെ അതല്ലല്ലോ കാര്യം. അത് നടക്കും, നിയമ നടപടി വരും, അപ്പൊ നോക്കാം എന്നുള്ളതല്ലേ. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സമാനമായ നിലയിൽ ഒരു ആരോപണം നേരിടുകയാണ്. അതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാജി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ നോക്കിക്കാണുന്നത് അതിൽ കഴമ്പില്ലേ, അവർ രാജിവെക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം എനിക്ക് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു സ്ത്രീയുടെ ആരോപണം മാത്രമാണത്. ആർക്കെങ്കിലും എന്തെങ്കിലും വന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടൻ രാജിവെക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അതിൽ വാസ്തവമുണ്ടോ വാസ്തവമില്ലെന്ന് അറിയണ്ടേ. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉയർന്നതിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ആണ് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത്. അതിനും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണല്ലോ രഞ്ജിത്തിനെ പോലെ ഒരാൾ ഇരിക്കുന്നത്. അതെ, രണ്ടും രണ്ടാണ്. രണ്ട് സ്ത്രീകളും രണ്ട് നടികളും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നോക്കിയാൽ മനസ്സിലാവും. ഒരാള് അവരെ സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് തന്റെ ഉദ്ദേശിച്ച കഥാപാത്രം ചെയ്യാൻ യോഗ്യയല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത്. മനസ്സിലായി. മറ്റേ സ്ത്രീ പറഞ്ഞിട്ടുള്ള സെക്ഷൽ അബ്യൂസ് എന്നുള്ള രീതിയിലാണ്. അത് രണ്ടും രണ്ടാണ്. അങ്ങനെ കാണേണ്ടത് തന്നെ. അതായത് സ്ത്രീ ഒരു പരാതി പറയുമ്പോഴേക്കും ചാടിക്കറി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ രഞ്ജിത്ത് രാജിവെക്കേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അവരെ സിനിമയിൽ അഭിനയിക്കാനായി വിളിച്ചു വരുത്തി അവിടെ ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അതിനുള്ള ശ്രമം തുടർന്നപ്പോൾ അവർ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ് അവർ പറയുന്നത്. രഞ്ജിത്ത് രാജിവെക്കണോ വേണ്ടതെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്. ഞാൻ പറഞ്ഞ അയാൾ കേൾക്കുവോ? ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ 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 വളരെ നന്ദി ജോയ് മാത്യു, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും സിദ്ദിഖ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചിരിക്കുന്നു.